പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ മെറ്റലർജിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അല്ലേ? അപ്പോൾ മെറ്റലർജി ഇൻവോൾവ്സ് മെയിൻലി 3 സ്റ്റെപ്സ് അല്ലേ? പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് ആണല്ലോ മെറ്റലർജി എന്ന് പറഞ്ഞാൽ. അപ്പോൾ മെറ്റലർജി ഇൻവോൾവ്സ് മെയിൻലി 3 സ്റ്റെപ്സ്. വിച്ച് ആർ ദ 3 സ്റ്റെപ്സ് ഓഫ് മെറ്റലർജി? കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞു തന്നിരുന്നു. കോൺസെൻട്രേഷൻ ഓഫ് ദി ഓർ അല്ലേ? മെറ്റലർജി അല്ലെ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കോൺസെൻട്രേഷൻ ഓഫ് ദി ഓർ എന്ന് പറഞ്ഞാൽ പ്യൂരിഫിക്കേഷൻ ഓഫ് ദി ഓർ. എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ ആൻഡ് റിഫൈനിങ് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ പ്യൂരിഫിക്കേഷൻ. അപ്പോൾ 3 സ്റ്റെപ്പാണ്. ആദ്യം ഓർ കോൺസെൻട്രേറ്റ് ചെയ്യുക, പിന്നെ മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്യുക, പിന്നെ റിഫൈൻ ചെയ്യുക. അത് കോൺസെൻട്രേഷൻ ഓഫ് ദി ഓർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതിലെ പ്രധാനപ്പെട്ട രീതികൾ ഏതൊക്കെയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചു കഴിഞ്ഞ് കാണുമല്ലേ? അത് പഠിച്ചിരിക്കണം. ലെവിഗേഷൻ, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, മാഗ്നറ്റിക് സെപ്പറേഷൻ ആൻഡ് ലീച്ചിങ്, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്, അപ്പോൾ അതിനകത്തെ കോൺസെൻട്രേഷൻ ഓഫ് ദി ഓർ പറഞ്ഞു കഴിഞ്ഞു മെറ്റലർജിക്കകത്തെ. ഇനി രണ്ടാമത്തെ ഏതാണ്? എക്സ്ട്രാക്ഷൻ ഓഫ് ദി മെറ്റൽസ് ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ. ദെൻ ഒരു ഓറ് നമുക്ക് ഇപ്പോൾ ബോക്സൈറ്റ് ആണെങ്കിൽ ആ ബോക്സൈറ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് അലുമിനിയം എക്സ്ട്രാക്റ്റ് ചെയ്യണം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അതിനുശേഷം അതിനെ നമ്മൾ വീണ്ടും പ്യൂരിഫൈ ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പായ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ആണ് ഞാൻ പറയുന്നത്. എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഇൻവോൾവ്സ് മെയിൻലി 2 സ്റ്റേജസ്. ദേ ആർ കൺവേർഷൻ ഓഫ് ദ കോൺസെൻട്രേറ്റഡ് ഓർ ഇൻറ്റു ഇറ്റ്സ് ഓക്സൈഡ് ആൻഡ് റിഡക്ഷൻ ഓഫ് ദി ഓക്സൈഡ്. അതായത് ഇപ്പോൾ ബോക്സൈറ്റ് ആണെങ്കിൽ ബോക്സൈറ്റിൽ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാകും. അതൊക്കെ മാറ്റി അതിനെ അലൂമിനിയത്തിൻ്റെ ഓക്സൈഡാക്കി മാറ്റുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. കൺവേർഷൻ ഓഫ് ദി കോൺസെൻട്രേറ്റഡ് ഓർ ഇൻറ്റു ഇറ്റ്സ് ഓക്സൈഡ്. ഓക്സൈഡാക്കി മാറ്റിയാൽ പിന്നെ എളുപ്പമാണ് അതിൽ നിന്ന് മെറ്റൽ വേർതിരിക്കാനായിട്ട്. അതാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനെ റെഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതാണ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഇൻവോൾവ് മെയിൻലി 3 സ്റ്റെപ്സ്. കൺവേർഷൻ ഓഫ് ദി കോൺസെൻട്രേറ്റഡ് ഓർ ഇൻറ്റു ഇറ്റ്സ് ഓക്സൈഡ് ആൻഡ് റിഡക്ഷൻ ഓഫ് ദി ഓക്സൈഡ്. ഈ പാഠം മൊത്തം ശരിക്കും നിങ്ങൾ ഇരുന്ന് വായിച്ച് കാണാതെ പഠിക്കണം, അല്ലാതെ നമുക്കിത് ഓർമ്മ കിട്ടില്ല. നല്ലോണം വായിച്ച് പഠിക്കണം. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. എക്സ്ട്രാക്ഷൻ ഇൻവോൾവ്സ് 2 സ്റ്റെപ്സ്. അടയാളപ്പെടുത്തി വയ്ക്കുക. കൺവേർഷൻ ഓഫ് ദി കോൺസെൻട്രേറ്റഡ് ഓർ ഇൻറ്റു ഇറ്റ്സ് ഓക്സൈഡ് ആൻഡ് റിഡക്ഷൻ ഓഫ് ദി ഓക്സൈഡ്. ഇനി അത് വിശദമായിട്ട് പറയുകയാണ് ഇവിടെ. കൺവേർഷൻ ഓഫ് ദി കോൺസെൻട്രേറ്റഡ് ഓർ ഇൻറ്റു ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ അത് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് കാൽസിനേഷൻ ആൻഡ് റോസ്റ്റിംഗ്. വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദം? This is the ore is heated in the absence of air. Here ore is heated in the presence of air. ഇപ്പോൾ റോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ മുട്ടയൊക്കെ റോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ തുറന്നു വെച്ചിട്ടാണ്, എയറിൻ്റെ പ്രസൻസിലാണ്. അതാണ് റോസ്റ്റിംഗ്. ഹീറ്റിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് എയർ. അപ്പോൾ ഇത് രണ്ടും വായിച്ച് പഠിക്കുക അടയാളപ്പെടുത്തിയിട്ട്. കാൽസിനേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് ദ കോൺസെൻട്രേറ്റഡ് ഓർ ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ അറ്റ് ദ ടെമ്പറേച്ചർ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിൻറ്റ്. ദാറ്റ് മീൻസ് ദ ഓർ ഈസ് ഹീറ്റഡ് in the absence of air below its melting point. മെൽറ്റിംഗ് പോയിൻ്റ് ആയാലും അത് ഉരുകിപ്പോയി, അതിന് മുന്നേ വരെ ചൂടാക്കാവുള്ളൂ. കാർബണേറ്റ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ്സ് ഓഫ് മെറ്റൽസ് ഡീകമ്പോസ് ടു ദെയർ ഓക്സൈഡ്സ്. ഇനി ഓക്സൈഡിനെ നമ്മൾ ഇനി മറ്റൊരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഓക്സൈഡ് ആക്കാനായിട്ട് സാധിക്കും. റോസ്റ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് heating the concentrated ore in a current of air at the temperature below its melting point. അതായത് ഇത് തമ്മിലൊരു വ്യത്യാസമേ ഉള്ളൂ. ഹിയർ ഹീറ്റിംഗ് ഇൻ ദ കറൻറ്റ് ഓഫ് എയർ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിൻറ്റ്. വെൻ ദ കോൺസെൻട്രേറ്റഡ് ഓർ ഈസ് subjected to roasting, the moisture present in it is removed as vapor. Sulfide ore combines with oxygen to form oxide. Cu2s is the ore converted into copper oxide by roasting. Very important. അത് അണ്ടർലൈൻ ചെയ്തിടുക. അതായത് റോസ്റ്റിംഗ് വഴി ഞങ്ങളോട് ചോദിക്കും കോപ്പറിൻ്റെ ഓർ എങ്ങനെയാണ് ഓക്സൈഡ് ആക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്ങിൽ ചോദിക്കാറുണ്ട്. ഓർ ഓഫ് കോപ്പർ അല്ലെങ്കിൽ കോപ്പർ പൈറേറ്റീസ്. അപ്പോൾ നമ്മൾ പറയണം റോസ്റ്റിംഗ്. ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ഓക്സൈഡ് ബൈ റോസ്റ്റിംഗ്. ഇനി ഇങ്ങനെ ഓക്സൈഡ് ആക്കി മാറ്റിയതിനെ നമ്മൾ മെറ്റൽ എക്സ്ട്രാക്റ്റ് ചെയ്യാനായിട്ടാണ് റിഡക്ഷൻ ഓഫ് ദി ഓക്സൈഡ്. ഇതിനെ നമ്മൾ ചൂടാക്കിയാൽ നമുക്കതിനെ പല രീതിയിൽ. ഇപ്പോൾ റിഡക്ഷൻ ഓഫ് ദി ഓക്സൈഡ്. അപ്പോൾ ഇവിടെ വളരെ പ്രധാനമായിട്ട് നമ്മൾ അറിയേണ്ടത് റിഡക്ഷൻ ഈസ് ഡൺ ഇൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ്. സംടൈംസ് ഹീറ്റഡ് വിത്ത് കാർബൺ ഓർ കാർബൺ മോണോക്സൈഡ്. അത് ഈ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്.
or the highly stable metals are reduced using electricity. Highly powerful reducing agent electricity. ഇത് അടയാളപ്പെടുത്തി വയ്ക്കുക. ഇലക്ട്രിസിറ്റി ഈസ് യൂസ്ഡ് ആസ് ദ റെഡ്യൂസിങ് ഏജൻറ്റ് ടു എക്സ്ട്രാക്ട് ദ ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് ലൈക്ക് സോഡിയം, പൊട്ടാസ്യം ആൻഡ് കാൽസ്യം ഫ്രം ദ ഓർസ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഇലക്ട്രിസിറ്റി എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്ന ഏതൊക്കെ മെറ്റൽസ് ആണെന്ന് ചോദിച്ചാൽ ഹൈലി സ്റ്റേബിൾ സോഡിയം, പൊട്ടാസ്യം ആൻഡ് കാൽസ്യം ആർ റെഡ്യൂസ്ഡ് ബൈ യൂസിങ് ദ ഹൈലി പവർഫുൾ റെഡ്യൂസിങ് ഏജൻറ്റ് ഇലക്ട്രിസിറ്റി. അപ്പോൾ നമ്മൾ 2 സ്റ്റെപ്പ് കഴിഞ്ഞു. മെറ്റലർജിയിൽ വരുന്ന 2 സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഒരു മെറ്റൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് 2 സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. വൺ ഈസ് കോൺസെൻട്രേഷൻ ഓഫ് ദി ഓർ ആൻഡ് ദ സെക്കൻഡ് ഈസ് എക്സ്ട്രാക്ഷൻ ഓഫ് ദി മെറ്റൽ. കോൺസെൻട്രേഷൻ ഓഫ് ദി ഓറിൽ ഏതൊക്കെയാണ് വരുന്നത് നമ്മൾ പഠിച്ചു. എങ്ങനെയൊക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. നിങ്ങളത് പഠിക്കണം. ഏതൊക്കെയായിരുന്നു? കോൺസെൻട്രേഷൻ ഓഫ് ദ ഓറിനകത്ത് ലെവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷ് അല്ലേ, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, ലീച്ചിങ്, മാഗ്നറ്റിക് സെപ്പറേഷൻ. ഇനി എക്സ്ട്രാക്ഷൻ ഓഫ് ദി മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അതായത് കൺവേർഷൻ ഓഫ് ദി ഓർ ഇൻറ്റു ഇറ്റ്സ് ഓക്സൈഡ് ആൻഡ് റിഡക്ഷൻ ഓഫ് ദി ഓക്സൈഡ് ഇൻറ്റു മെറ്റൽ. അപ്പോൾ അത് നമ്മൾ പഠിച്ചു. ഇനി ഇങ്ങനെ കിട്ടുന്ന മെറ്റൽ ഇനി ഇംപ്യൂർ ആയിരിക്കും. That should be again purified or refined. How can we refine the metals? There are 2 methods, mainly 3 methods for refining a metal. Refining the metals. Depending the nature, according to the nature of the metal, we are using different methods. First one is liquation. അതിൻ്റെ പേരിനകത്ത് തന്നെയാണ് ലിക്വേഷൻ. ലിക്വിഡാക്കി മാറ്റിയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മെഴുക്. മെറ്റലല്ല എങ്കിലും മനസ്സിലാക്കാനുള്ള എക്സാമ്പിളാണ്. മെഴുകും കല്ലും കൂടെ നിങ്ങൾ ഉരുട്ടി വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ മെഴുകിനെ പ്യൂരിഫൈ ചെയ്തെടുക്കുന്നത്? നിങ്ങളുടെ കയ്യിലേക്ക് മെഴുകും കല്ലും കൂടെ ഉരുണ്ട ഒരു മിക്സർ തന്നാൽ നിങ്ങൾ അതിനെ എന്ത് ചെയ്യും? മെഴുകും കല്ലും ആണെങ്കിൽ യു വിൽ ഹീറ്റ് ഇറ്റ് ആൻഡ് ദ വാക്സ് വിൽ ബി മെൽറ്റഡ് ബിക്കോസ് ഇറ്റ് ഈസ് ഹാവിങ് ലോ മെൽറ്റിംഗ് പോയിൻറ്റ് അല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ. ലോ മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ള മെറ്റൽസ് ആണെങ്കിൽ നമ്മളതിനെ ഹീറ്റ് ചെയ്തിട്ട് ലിക്വിഫൈ ചെയ്യും. അതിനൊരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇംപ്യൂർ മെറ്റൽ നമ്മളിവിടെ ഈ ഫർണസിനകത്തേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇൻക്ലൈൻഡ് സർഫസ് ആയിരിക്കും. മെൽറ്റിംഗ് പോയിൻ്റ് ലോ ആണെങ്കിൽ അത് ഉരുകി ഇങ്ങനെ വന്ന് ഇവിടെ നമുക്ക്, അതായത് 2 മെറ്റലാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ടിൻ ആൻഡ് ലെഡ്. വെരി ഇമ്പോർട്ടൻ്റ്. അത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാൻ ലിക്വേഷൻ ഏതൊക്കെ മെറ്റൽസ് ആണെന്നുള്ളത് മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ ചോദിക്കും. ഇത് പാരഗ്രാഫ് മൊത്തം നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. ലോ മെൽറ്റിംഗ് മെറ്റൽസ് ലൈക്ക് ടിൻ ആൻഡ് ലെഡ് മേ കണ്ടെയ്ൻ അതർ ഹൈ മെൽറ്റിംഗ് മെറ്റൽസ് ഓർ മെറ്റൽ ഓക്സൈഡ്സ് ആസ് ഇമ്പ്യൂരിറ്റീസ്. ഓൺ ഹീറ്റിംഗ് സച്ച് മെറ്റൽസ് ഓൺ ആൻ ഇൻക്ലൈൻഡ് സർഫസ് the furnace of the pure metal melts and flows down, leaving the impurities behind. The process is termed as liquation. അങ്ങനെ കാണാതെ പഠിക്കേണ്ട, നിങ്ങളുടെ സ്വന്തം സെൻറ്റൻസിൽ അത് പറഞ്ഞാൽ മതി. ഇറ്റ് ഇസ് ലോ മെൽറ്റിംഗ് മെറ്റൽസ്. ലിക്വേഷൻ ഈസ് യൂസ്ഡ് ആസ് റിഫൈനിങ് മെത്തേഡ് ആൻഡ് ലൈക്ക് ടിൻ ആൻഡ് ലെഡ് ഈസ് പ്യൂരിഫൈഡ് ബൈ ലിക്വേഷൻ. ടിൻ ആൻഡ് ലെഡ് എന്നുള്ളത് നമ്മൾ ഓർത്ത് വയ്ക്കുക. അത് എപ്പോഴും പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാണ്. ഡിസ്റ്റിലേഷൻ സെയിം. അത് ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ ലോ ബോയിലിംഗ് പോയിൻ്റാണ്. നിങ്ങൾക്കറിയാം, ഉപ്പുവെള്ളം ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഡ്രിങ്കിങ്ങിനുള്ള വാട്ടർ എങ്ങനെയാണ് നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്നത്? ഡിസ്റ്റിലേഷൻ അല്ലേ. എന്താണ് ഡിസ്റ്റിലേഷൻ? 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്താണ് ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ ഉപ്പും വെള്ളവും കൂടെയുള്ള മിക്സറാണെങ്കിൽ നമ്മളതിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് വാട്ടർ ഈസ് ഹാവിങ് low boiling point, that is 100 degrees Celsius. At 100 degrees Celsius water will become vapor and you can separate it. Similarly, ലോ ബോയിലിംഗ് പോയിൻ്റ് ഉള്ളത് ഇവിടെ ഏതൊക്കെ മെറ്റൽസ് ആണെന്നറിയാമോ? നോക്കുക, അണ്ടർലൈൻ ചെയ്യുക. വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് എപ്പോഴും വരുന്നതാണ്. സിങ്ക് ആൻഡ് കാഡ്മിയം. എല്ലാവരും കൂടി ഇരുന്ന് സിങ്ക് കാഡ്മിയം ആൻഡ് മെർക്കുറി ആർ ഹാവിങ് ലോ ബോയിലിംഗ് പോയിൻറ്റ്. സോ ദേ ആർ പ്യൂരിഫൈഡ് ബൈ ഡിസ്റ്റിലേഷൻ. പാരഗ്രാഫ് മൊത്തം വായിച്ച് പിടിക്കുക. ഇലക്ട്രോലിറ്റിക് ഡിഫൈനിങ്. ഹൈലി സ്റ്റേബിൾ മെറ്റൽസ് ആർ യൂസ്ഡ്. ഇലക്ട്രോലിറ്റിക് റിഫൈനിങ്. ഹിയർ an example is given, copper, purification of copper. അത് നിങ്ങൾ പഠിക്കുക. അതായത് impure copper is taken in anode. A small piece of pure copper is kept as cathode, negative terminal, and copper sulfate as electrolyte. What happens? The impure copper from the anode will be losing 2 electrons, that means oxidation, and the Cu2 plus ion will be deposited here, and here Cu2 plus ions will accept 2 electrons and become pure metal. നിങ്ങൾ ഈ ഡയഗ്രാം വളരെ പ്രധാനമാണ്, പഠിക്കുക. അതിനുശേഷം ഇതിലെ എല്ലാ കാര്യങ്ങളും ഈ ടേബിളിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ടേബിൾ 4.4. ആനോഡ് ഏതാണെന്ന് നിങ്ങൾ എഴുതി വയ്ക്കുക. ഏതാണ്? ഇംപ്യൂർ കോപ്പർ. കാഥോഡ് പ്യുവർ കോപ്പർ.
Equation of the chemical reactions taking place at anode, Cu gives Cu2 plus 2 electrons. Equation of the chemical reaction taking place at cathode, Cu2 plus 2 electron gives Cu. So ഇത്രയും കൂടെ കഴിക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റലർജി കഴിഞ്ഞു. 3 കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഏതൊക്കെയാണ്? മെറ്റലർജി മീൻസ് scientific extraction of a metal from its ore. It involves 3 steps, that is concentration of the ore, extraction of the metal and refining. 3 ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നു. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 67 കൊണ്ട് അത് കഴിയും. അത് അവിടം വരെ ശരിക്കും പഠിക്കുക. അതിനുശേഷം ഇനി പ്രധാനമായിട്ട് ഈ പാഠത്തിൽ 2 കാര്യങ്ങളെ വരുന്നുള്ളൂ, പ്രൊഡക്ഷൻ ഓഫ് അയേൺ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് അലൂമിനിയം. അതുകൊണ്ട് കഴിഞ്ഞാൽ ഈ പാഠം കഴിയും. അതിനുശേഷം നമ്മൾ വിക്ടേഴ്സിൽ തുടങ്ങിയതിന് ശേഷം അടുത്ത പാഠം തുടങ്ങിയാൽ മതി. നമുക്ക് വീണ്ടും ഫസ്റ്റ് മുതൽ നമുക്ക് റിവൈസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പഠിപ്പിക്കുന്നതിൻ്റെ ഒപ്പം നിങ്ങൾ പഠിച്ചു പോവുക. ഇത്രയും ഭാഗങ്ങൾ വളരെ കറക്റ്റായിട്ട് പഠിക്കുക അടുത്ത ക്ലാസ്സിലേക്ക്.